ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു സവോള, അതുപോലെ 4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പിഞ്ച് അളവിൽ മാത്രം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അയില മീനാണ് എടുത്തിരിക്കുന്നത്. അയില മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ മുളക് പുരട്ടി വെച്ചതാണ് കേട്ടോ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തലേന്ന് തന്നെ മീൻ വാങ്ങി നമ്മളത് മുളക് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുളക് പുരട്ടാതെ തന്നെ നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പാണെങ്കിലും മുളകാണെങ്കിലും മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ നമ്മൾ ഇടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതുപോലെ ഒരു നാരങ്ങ വലുപ്പത്ത് പുളിയുടെ നീര് നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് ഇതിലേക്ക് ഈ ഒരു മീനിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ആവുന്ന രീതിയിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് ഇതായി വരുമ്പോൾ നമ്മളിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻ കഴിക്കാത്തവരാണെങ്കിൽ പോലും കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു അയില മീൻ ഫ്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും മീൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാ മീനും ഇതുപോലെ ചെയ്യാൻ പറ്റും, പക്ഷേ അയില മീനാണ് കൂടുതലായിട്ട് ഇതുപോലെ ചെയ്യുന്നത് കാണുന്നത്. പിന്നെ അയിലയിൽ നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്താലും അതിനകത്ത് ഉപ്പും മുളകൊന്നും പിടിക്കാത്ത പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. കഴിക്കാത്തവരാണെങ്കിൽ പോലും കഴിച്ചു പോകും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു മീൻ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.